31-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നു. നമ്മൾ അതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഗവൺമെന്റ് കോളേജസിലും എത്ര ഇൻഡെക്സ് മാർക്ക്, എത്ര റാങ്ക് വരെ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര കോളേജസ് ആഡ് ആയിട്ടുണ്ട്, അവിടുത്തെ മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ് എത്ര എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 14 ഗവൺമെന്റ് കോളേജസ് ആണുള്ളത്. അതിൽ ആലപ്പുഴ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഇൻഡെക്സ് മാർക്ക് 299.17, അതായത് നമ്മൾ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് 300 ആണ്. അതിൽ 299.17 വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 827 അവരൊക്കെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ളത്. ഇനി SC ST എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഞങ്ങൾ STയുടേതാണ് പറയുന്നത്. 269.17 ആണ് അവർക്ക് കയറിയിരിക്കുന്നത്. കണ്ണൂർ എടുത്ത് നോക്കുകയാണ്, കണ്ണൂർ പരിയാരം നഴ്സിംഗ് കോളേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 299.17 തന്നെയാണ്. അവിടെ റാങ്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 904 വരെ കയറിയിട്ടുണ്ട്. ഇനി SC ST എടുക്കുകയാണെങ്കിൽ അവിടെ 279 ലാസ്റ്റ് കയറിയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക്. എറണാകുളം നഴ്സിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെയും സ്റ്റേറ്റ് മെറിറ്റ് 299.17 തന്നെയാണ്. അവിടുത്തെ ഏകദേശം റാങ്ക് പറയാനാണെങ്കിൽ 806 ആണ്. SC ST കാറ്റഗറിയിൽ 270 ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടുക്കി പറയാനാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 298.34 ആണ്. ഈ പറഞ്ഞ 3 കോളേജസ് 299 ആയിരുന്നു, ഇവിടെ 298.34 ആണ്. അപ്പൊ റാങ്കിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 1408 വരെ ഉള്ള കുട്ടികൾക്ക് ട്രയലിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ SC ST പറയാനാണെങ്കിൽ 285.83. ഇനി കോഴിക്കോട് പറയാനാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 300, അതായത് ഇൻഡെക്സ് മാർക്ക് ഫുൾ ഉള്ളവർക്ക് മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജിൽ കിട്ടിയിട്ടുള്ളത്. അതായത് റാങ്ക് എന്ന് പറയുമ്പോൾ 208. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത് കോഴിക്കോട് നഴ്സിംഗ് കോളേജിലാണ്. അവിടുത്തെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 284 ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. കൊല്ലം മെഡിക്കൽ കോളേജ് നമ്മുടെ നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 299.17 ആണ്. ഏകദേശം 1018 റാങ്ക് വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. SC ST എടുക്കുകയാണെങ്കിൽ 269.17. കാസർഗോഡ് പറയാനാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 298.34, ഏകദേശം റാങ്ക് 1400. SC ST ആകുമ്പോഴത്തേക്കും 274.17. കോട്ടയം ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 300 തന്നെയാണ്, ഫുൾ ഇൻഡെക്സ് ഉള്ളവർക്കാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ റാങ്ക് 433, 500 അകത്തുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. SC ST വരുമ്പോൾ 292.51. ഇവിടെയും കട്ട് ഓഫ് കുറവാണ്. മഞ്ചേരി നഴ്സിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 300 തന്നെയാണ്, പക്ഷെ അവിടെ റാങ്ക് 719 വരെ പോയിട്ടുണ്ട്. SC ST ആണെങ്കിൽ 274. പാലക്കാട് നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 299.17, അവിടുത്തെ റാങ്ക് ഏകദേശം 1110. SC ST ആണെങ്കിൽ 268.34. പത്തനംതിട്ട ആകുമ്പോഴത്തേക്കും സ്റ്റേറ്റ് മെറിറ്റ് 298.34, ഏകദേശം 1300 വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. SC ST ആകുമ്പോൾ 270. തൃശ്ശൂർ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയിരിക്കുന്നത് 300, ഫുൾ ഇൻഡെക്സ് ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. 392 അവിടെ റാങ്ക് കയറിയിരിക്കുന്നത്. അവിടുത്തെ SC ST കാറ്റഗറി കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് 289.16 ഇൻഡെക്സ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. വയനാട് എടുക്കുകയാണെങ്കിൽ 299.17 SM വന്നേക്കുന്നത്, അതായത് 1256 റാങ്ക് വരെയുള്ളവർക്ക്. SC ST 280. ഇനി ട്രിവാൻഡ്രം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 കോളേജസ് ആണുള്ളത്. മെയിൻ കോളേജും ഉണ്ട്, അനക്സിന്റെ കോളേജും ഉണ്ട്. മെയിൻ കോളേജിലാണ് സ്റ്റേറ്റ് മെറിറ്റ് 300 ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അവിടെയും കട്ട് ഓഫ് കുറവാണ്, 274 വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, റാങ്ക് ആണ്. പിന്നെ SC ST ആണെങ്കിൽ 283.33. അതുപോലെ തന്നെ ട്രിവാൻഡ്രം അനക്സ് ആണെങ്കിലും സ്റ്റേറ്റ് മെറിറ്റിൽ ഇൻഡെക്സ് ഫുൾ ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. SC ST കാറ്റഗറിയിൽ 280.3. അപ്പം നമ്മൾ ഇത്ര അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 4 തൊട്ട് 5 കോളേജ് വരെ അവർക്ക് എന്താണ് കട്ട് ഓഫ് ഭയങ്കര കുറവാണ്. പ്രധാനമായിട്ടും നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ മെയിൻ കോളേജ്, അനക്സിന്റെ കോളേജ്, കോഴിക്കോട് നഴ്സിംഗ് കോളേജ്, തൃശ്ശൂർ നഴ്സിംഗ് കോളേജ്, അതുപോലെ തന്നെ മഞ്ചേരി നഴ്സിംഗ് കോളേജ്, കോട്ടയം നഴ്സിംഗ് കോളേജ്, അങ്ങനെ 6 നഴ്സിംഗ് കോളേജസിന് ഇൻഡെക്സ് മാർക്ക് 300 വരെ ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് ഏകദേശം മനസ്സിലായി കാണാം എവിടെയൊക്കെ കൂടുതൽ, അതായത് റാങ്ക് കൂടുതലുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ഇന്ന് 5 മണി വരെയാണ് സമയം. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങളത് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക.
ഇനി 31-ാം തീയതി നമുക്ക് പുതിയതായിട്ട് ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് എന്ന് പറഞ്ഞ് 5 കോളേജസ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ലിസ്റ്റിൽ. അപ്പോൾ നമുക്ക് 2-ാം തീയതി 5 മണി വരെ ഈ കോളേജസ് വേണമെങ്കിൽ ആഡ് ചെയ്യും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ കോളേജസ് ആണെന്ന് വെച്ചാൽ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, അവിടെ മെറിറ്റ് സീറ്റ് 15ഉം മാനേജ്മെന്റ് സീറ്റ് 15ഉമാണ് ഉള്ളത്. ഈ രുക്മണി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, അവിടെ മെറിറ്റ് സീറ്റ് 20ഉം മാനേജ്മെന്റ് സീറ്റും 20 തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്, അത് തൃശ്ശൂരാണ്, അതും മെറിറ്റ് സീറ്റ് 24, മാനേജ്മെന്റ് സീറ്റ് 24ആണ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ AYN ശ്രീയപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, അത് പത്തനംതിട്ടയാണ്, മെറിറ്റ് സീറ്റ് അവിടെ 23, മാനേജ്മെന്റ് സീറ്റ് അവിടെ 22ആണുള്ളത്. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ കീപ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, അത് പത്തനാപുരമാണ്, അവിടെ എന്ന് വെച്ചാൽ മെറിറ്റ് സീറ്റ് 51 ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റ് അവിടെ 9ആണുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് 31-ാം തീയതി ആഡ് ചെയ്തിട്ടുള്ള കോളേജസ്. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് 5 മണി വരെ സമയമുള്ളൂ. 3 അലോട്ട്മെന്റുകൾ വന്നതിന് ശേഷമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓരോ അലോട്ട്മെന്റിലും നമുക്ക് കോളേജസ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് അവിടെ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടച്ചിട്ട് സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കേണ്ടതാണ്. കുറെ പിള്ളേർ ചോദിച്ചാൽ നമുക്ക് യൂണിഫോം ഇല്ലേന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് പോസ്റ്റിങ്ങിന് മാത്രമാണ് യൂണിഫോം ഉള്ളത്. തിയറി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിഫോം ഇല്ല. നമ്മൾ സാധാ ആർട്സ് കോളേജ് ഉള്ള പോലെ നമുക്ക് കളർ ഡ്രസ്സിലാണ് വരേണ്ടത്. ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ടോപ്പും പാൻറ്റും, അതാണ് ഡ്രസ് കോഡ്. ജീൻസ്, ക്രോപ്പ് ടോപ്പ് അതൊന്നും നമുക്ക് തിയറി ബ്ലോക്കിൽ നമുക്ക് അലൗഡ് അല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രസ്സിന് റെസ്ട്രിക്ഷൻ ഒന്നും നമുക്ക് ഇതുവരെ ഇല്ല. എന്താ പറയുക, ഭയങ്കര റെസ്ട്രിക്ഷൻ ഒന്നും അല്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രസ്സ് ചെയ്യാം. പിന്നെ ചോദിച്ചിരുന്ന എല്ലാ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിലും ഇങ്ങനെ തന്നെയാണെന്ന് ഡ്രസ് കോഡിന്റെ കാര്യം. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. പോസ്റ്റിങ്ങിന് മാത്രമാണ് നമുക്ക് യൂണിഫോം ആയിട്ട് വരുന്നത്. പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേറെ യൂണിഫോം ഉണ്ട്. പ്രൈവറ്റ് ആകുമ്പോഴത്തേക്ക് അവരുടെ ഡ്രസ് കോഡും യൂണിഫോമും എല്ലാം മാറിയാലും അത് ചിലപ്പം അവർക്ക് തിയറിക്ക് വേറെ യൂണിഫോം, അതുപോലെ തന്നെ പ്രാക്ടിക്കലിൽ പോകുമ്പോഴത്തേക്കും വേറെ യൂണിഫോം, അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഡ്രസ്സിന്റെ റെസ്ട്രിക്ഷനും അതും മാറി റെസ്ട്രിക്ഷനും എല്ലാം വ്യത്യാസമായിരിക്കും. പിന്നെ ട്രയൽ കിട്ടാത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ഒരുപാട് അലോട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ട്രയലിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിലോ ഇനി വരാനുള്ള അലോട്ട്മെന്റ്സിലോ സ്പോട്ട് അലോട്ട്മെന്റ്സിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 7-8 അലോട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കിട്ടുന്ന പിള്ളേരെല്ലാം തന്നെ അഡ്മിഷൻ എടുക്കണമെന്നില്ല. അതായത് ടോക്കൺ ഫീ കൊടുത്ത് സെക്യൂർ ചെയ്യണമെന്നില്ല. ചിലർ ഈ കോഴ്സ് വേണ്ടാതെ പോകുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടും. അത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോളേജിന്റെ ലിസ്റ്റ് എടുത്തിട്ട് നോക്കാൻ വേണ്ടി പറ്റും ആരൊക്കെ കയറിയിട്ടുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ നഴ്സിംഗും പാരാമെഡിക്കലും നോക്കുന്നവരാണ്. ഇപ്പൊ നഴ്സിംഗ് മാത്രം വേണമെന്നല്ല, ഏത് കിട്ടിയാലും പോകാം എന്നുള്ളവര് രണ്ടിനും ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ നഴ്സിംഗിന് നിങ്ങൾ കൊടുത്തു വെച്ചേക്കാം. കാരണം ഇനി അഥവാ പാരാമെഡിക്കലിന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊരു ബുദ്ധിമുട്ടാവുന്നത്. നഴ്സിംഗിന്റെ ഓപ്ഷൻ വരുമ്പോൾ അതും കൊടുക്കാം, പാരാമെഡിക്കലും കൊടുക്കാം. അപ്പൊ നഴ്സിംഗ് മാത്രം നോക്കുന്നവർക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഈ പാരാമെഡിക്കൽ നോക്കുന്നവർ രണ്ടിനും കൊടുക്കുമല്ലോ. അപ്പോൾ അവർ കയറാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്ഷൻ വെച്ചപ്പോഴത്തേക്ക് ആദ്യം എല്ലാം ഗവൺമെന്റ് കോളേജസ് ആണല്ലോ നിങ്ങൾ വെച്ചത്. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് മാർക്ക് പറഞ്ഞ അനുസരിച്ച് ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്ക് എടുത്ത കോളേജസ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അത് നിങ്ങൾ ഹയർ ഓപ്ഷനിലോട്ട് വെക്കണം, ഈ ഗവൺമെന്റ് കോളേജസിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് കോളേജസ് വെക്കണം. പിന്നെ മാക്സിമം കോളേജസ് നിങ്ങൾ വെക്കുക. പിന്നെ ഈ 300 ഇൻഡെക്സ് മാർക്ക് ഉള്ളവരും അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരും ഗവൺമെന്റ് കോളേജസ് മാത്രം മതിയെങ്കിൽ അത് മാത്രം വെച്ചാൽ മതിയാവും. അല്ലാത്തവർ മാക്സിമം കോളേജസ് വെക്കുക. കാരണം എവിടെ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. വരും അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ കിട്ടാനുള്ള ചാൻസ് കൂടും. പിന്നെ ഒരു കൊച്ചു ചോദിച്ചിരുന്നു 11 ഓപ്ഷൻസ് ആണ് വെച്ചത്, പക്ഷേ ഗവൺമെന്റ് കിട്ടാനാണ് ആഗ്രഹം. 10 ഗവൺമെന്റ് ആണ്, അവസാനത്തെ 11ാമത്തെ ഓപ്ഷനാണ് പ്രൈവറ്റ് വെച്ചേക്കുന്നത്. പക്ഷെ കിട്ടിയത് ട്രയലിൽ പ്രൈവറ്റ് ആണെന്ന്. എന്നിട്ട് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഗവൺമെന്റ് തന്നെയല്ലേ കിട്ടാൻ ആഗ്രഹമുള്ളത്, അങ്ങനെ തന്നെ വെച്ചിട്ട് സേവ് ചെയ്താൽ മതി. അതുപോലെ പ്രൈവറ്റ് കോളേജസ് നിങ്ങൾ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജസ് വെക്കുക. പിന്നെ കോളേജ് ടൂർ ചെയ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് എന്തായാലും നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കോളേജ് ടൂർ ചെയ്തിടും. കാരണം നമ്മൾ ഇന്നും കൂടെ ഉള്ളൂ നമ്മൾ ഇവിടെ കോളേജിൽ. നമ്മളിനി 1 മാസത്തേക്ക് SIT പോസ്റ്റിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം കോളേജ് ടൂർ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ LBS ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ.